വീട് വയ്ക്കുമ്പോൾ തറക്കല്ലിടുമ്പോൾ ഉദ്ഘാടനം, തറ കെട്ടിത്തീരുമ്പോൾ ഉദ്ഘാടനം, കട്ടള വയ്ക്കുമ്പോൾ ഉദ്ഘാടനം, അതിൽ വാതിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ഉദ്ഘാടനം. ഈ വിഴിഞ്ഞത്തിൻ്റെ ഒരു ദുരിതം ഇപ്പോഴും ഞാൻ പറഞ്ഞേക്കാം, ഇതൊരു വയബിൾ പ്രോജക്റ്റ് അല്ല. ഇത് മനസ്സിലാക്കിയ ആൾക്കാർ 3 പേരാണ്. പുള്ളി പറയും കപ്പൽ വന്നില്ല, ഞാനെന്ത് ചെയ്യാനാണ്, വരുമ്പോൾ വരട്ടെ, അങ്ങേർക്ക് മുടക്കൊന്നുമില്ല. ഞാനിത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്, വല്ലാർപാടത്ത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മഹാനെ ചെന്ന് കണ്ടു. ആരാന്നറിയാമോ? സീതാറാം യെച്ചൂരി. സർക്കാർ പറയും പ്രത്യക്ഷമായിട്ട് 500 പേർക്കും പരോക്ഷമായിട്ട് 2300 പേർക്കും. എന്താ ഈ പരോക്ഷമായിട്ട്? ഇന്ന് മലയാള മനോരമയുടെ ഹെഡ്ലൈൻ നോക്കുക, വിഴിഞ്ഞം പൂർണ്ണമാകുന്നത് 2028. പിന്നെ എന്ത് ഉദ്ഘാടനമാണ്? ശരിക്കും പറഞ്ഞാൽ ഇതിനർത്ഥം ഇത് കൃത്രിമമായ പോർട്ടാണ്, നാച്ചുറൽ പോർട്ടല്ല. അതുകൊണ്ടാണ് ഈ കൊമ്പുകൾ വേണ്ടി വരുന്നത്. ടി ജി, ഇപ്പോൾ ഏറ്റവും കത്തി നിൽക്കുന്ന വിഷയം വിഴിഞ്ഞമാണ്. പിതൃത്വം ഏറ്റെടുക്കാൻ ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട്. അതിനിടയിൽ പിണറായി വിജയൻ നിശ്ചയദാർഢ്യത്തിൻ്റെ ആൾരൂപമെന്ന് തിരുവനന്തപുരം മേയർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. എന്നാൽ ഉമ്മൻചാണ്ടിയെ സ്മരിച്ചില്ല എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അതിനൊപ്പം തന്നെ അദാനിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അദാനി മോദി ബന്ധം അങ്ങനെയാണ്, ബൂർഷ്വയാണ്, അല്ലെങ്കിൽ സാമ്രാജ്യത്വമാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അദാനിയെ പ്രകീർത്തിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ തുടക്കം, അതിന് പ്രവർത്തിച്ചവർ, ഇത് യഥാർത്ഥത്തിൽ ആരൊക്കെയാണ്? അങ്ങനെ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം വിഴിഞ്ഞം പദ്ധതിയിൽ ആദ്യം നോട്ടമിട്ടത് CP രാമസ്വാമി അയ്യരാണ്. അങ്ങനെ നമ്മൾ പുറകോട്ട് പോയാൽ ഇവിടെ ഒരു പോർട്ടായാൽ എന്താ എന്ന് CP രാമസ്വാമി അയ്യർ ആലോചിച്ചിരുന്നു. അതുമായിട്ട് ഫർദർ മുന്നോട്ട് പോയില്ല. കാരണം അതിനു മുമ്പ് ഭരിച്ചിരുന്ന രാജാ കേശവദാസൻ ദിവാൻ, വലിയ ദിവാൻജി എന്ന് വിളിക്കപ്പെടുന്ന ആൾ, അങ്ങേര് പോർട്ട്, തിരുവിതാംകൂറിന് പോർട്ട് വേണമെന്ന് പറഞ്ഞ് സ്ഥാപിച്ചത് ആലപ്പുഴയിലാണ്, വിഴിഞ്ഞത്തല്ല. അതെന്തുകൊണ്ടാണ്? ഒന്ന്, ആലപ്പുഴയിൽ മലഞ്ചരക്ക് വരുന്നു, ആ ഒരു സൗകര്യമുണ്ട്. കോട്ടയം ഭാഗത്തു നിന്നുള്ള വാട്ടർ ട്രാൻസ്പോർട്ടാണല്ലോ ഒന്ന് കൂടുതലും. കയറിൻ്റെ കേന്ദ്രമാണ് ആലപ്പുഴ. കയറിൻ്റെ എക്സ്പോർട്ട് ഒക്കെ കുറേ ന്യായങ്ങൾ അതിനുണ്ട്. ബട്ട് അന്നൊക്കെ വിഴിഞ്ഞമുണ്ട്. ഈ രാജാ കേശവദാസനും വിഴിഞ്ഞം അറിയാമായിരുന്നു, ഇങ്ങനൊരു സ്ഥലമുണ്ട് എന്നൊക്കെ. CP രാമസ്വാമിയർ അത് പ്ലാൻ ചെയ്തെങ്കിലും മനസ്സിൽ കണ്ടെങ്കിലും മുന്നോട്ടൊന്നും പോയില്ല. അപ്പോൾ ഒരു പിതാവ് എന്നൊക്കെ പറയണമെങ്കിൽ വേണമെങ്കിൽ CP രാമസ്വാമിയർ പറയാം. അതിനുശേഷം ഈ വിഴിഞ്ഞത്തിൻ്റെ ഒരു ക്യാമ്പയിൻ പോലെ സ്റ്റാർട്ട് ചെയ്യുന്നത് സൂര്യ TV ഉണ്ടായിരുന്ന എലിയാസ് ജോൺ. അങ്ങേരെ അന്ന് ഒരു സൂര്യ TV അരമണിക്കൂർ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൻ്റെ പേരിപ്പോൾ ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ അന്ന് ഒരുപാട് കോൺട്രവേഴ്സികൾ ടേക്കപ്പ് ചെയ്യുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സെഗ്മെൻ്റായിരുന്നു അത്, എലിയാസ് ജോണിൻ്റെ. എലിയാസ് ജോൺ ഈ ക്യാമ്പയിൻ തുടങ്ങി. അതിന് എതിരായിട്ടും അനുകൂലമായിട്ടും ഒക്കെ ഒരുപാട് സംസാരങ്ങളൊക്കെ വന്നു. സ്വദേശി ജാഗരൺ മഞ്ച് ഈ പദ്ധതിക്ക് തുടക്കത്തിലെതിരായിരുന്നു. പിന്നെ അവർ ഒന്നും പറയാതെ, സീനിൽ ഒന്നും മിണ്ടാതെയായി, ഇടപെടാതെയായി. അത് ആ ക്യാമ്പയിൻ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് കേരളത്തിൽ അപ്രതീക്ഷിതമായി ഒരാൾ വിഴിഞ്ഞം പദ്ധതിക്ക് അനുകൂലമായിട്ട് വന്നു. അതായിരുന്നു യേശുദാസ്. യേശുദാസ് തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത്തരം കാര്യങ്ങൾ നല്ലതിനായിട്ടോ ചീത്തയായിട്ടോ അനുകൂലമായിട്ടോ എതിരായിട്ടോ ഒരഭിപ്രായവും പറയാതെ സംഗീത രംഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളിനെ ഈ ക്യാമ്പയിൻ ചെയ്യുന്ന ആൾക്കാർ ഒരു കണക്കിന് സ്വാധീനിച്ച് ഒരു തവണയോ മറ്റോ അദ്ദേഹം സംസാരിച്ചു ഇതിനനുകൂലമായിട്ട്. അതിനെ തുടർന്ന് സുരേഷ് ഗോപി അനുകൂലമായിട്ട് സംസാരിച്ചു. മാത്രമല്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരം വേണമെങ്കിൽ എടുത്ത് ഇതിനു വേണ്ടി ഉപയോഗിക്കണം എന്നുവരെ സുരേഷ് ഗോപി പറഞ്ഞു. അത്രയ്ക്ക് ആവേശം കയറി എല്ലാവർക്കും. അങ്ങനെയാണ് ഇതിന് ടെൻഡർ ചെയ്യുന്നത്. ടെൻഡർ ചെയ്യുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഇത് അഴിമതിയാണെന്ന് പറഞ്ഞിട്ട് LDF വലിയ ബഹളം വെച്ചു. അന്നത്തെ ദേശാഭിമാനിയൊക്കെ
പിന്നെ പിണറായി വിജയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വലിച്ച് പുറത്തിട്ടിട്ടുണ്ട് ഇന്ന്. 6,000 കോടി രൂപയുടെ അഴിമതിയാണ് എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണങ്ങൾ. ഏത് പ്രോജക്റ്റിനെയും തുടക്കത്തിൽ എതിർക്കുന്ന പോലെ ഈ പ്രോജക്റ്റിനെയും CPM എതിർത്തിരുന്നു എന്നുള്ളത് സത്യമാണ്. ഉമ്മൻചാണ്ടി അതുമായിട്ട് മുന്നോട്ട് പോയി എന്നുള്ളതും സത്യമാണ്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ആത്മസമർപ്പണം എന്നൊക്കെ എൻ ഷംസീർ പറഞ്ഞില്ലേ, അങ്ങനൊരു സാധനമൊന്നും ഉണ്ടായില്ല. ആത്മാവൊന്നും സമർപ്പിച്ചിട്ടില്ല. പല പ്രോജക്റ്റുകൾ, പല പദ്ധതികൾ അതിൻ്റെ കൂടെ വിഴിഞ്ഞു. ഈ വിഴിഞ്ഞത്തിൻ്റെ ഒരു ദുരിതം ഇപ്പോഴും ഞാൻ പറഞ്ഞേക്കാം, ഇതൊരു വയബിൾ പ്രോജക്റ്റ് അല്ല. ഈ പറയുന്ന ഒരു ബിസിനസ്സും വിഴിഞ്ഞത്ത് വരാനും പോകുന്നില്ല. ഞാനൊന്നുകൂടെ ആവർത്തിക്കാം, ഇതൊരു വയബിൾ പ്രോജക്റ്റ് അല്ല. ഈ പറഞ്ഞ ഒരു ബിസിനസ്സും വിഴിഞ്ഞത്ത് വരാനും പോകുന്നില്ല. ഇത് മനസ്സിലാക്കിയ ആൾക്കാർ 3 പേരാണ്. അവരാണ് ഇതിൻ്റെ ടെൻഡർ എടുത്ത ആൾക്കാർ. ഒന്ന് അദാനി, വേറൊന്ന് ലാൻകോ, മൂന്നാമതേതോ ചൈനീസ് കമ്പനിയായിരുന്നു തോന്നുന്നു. അവർക്ക് സെക്യൂരിറ്റി ക്ലിയറൻസ് എന്നൊക്കെ പറഞ്ഞ് ലാൻകോയും പിന്മാറി, അദാനിയും പിന്മാറാൻ തുടങ്ങി. കേരള സർക്കാർ അദാനിയുടെ പിന്നാലെ പോയി. എങ്ങനെയെങ്കിലും ചേട്ടൻ ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കണം, കാരണം അപ്പോഴത്തേക്ക് അത് മലയാളികളുടെ എന്തോ പ്രസ്റ്റീജ് സ്വർഗരാജ്യം വരുന്നു എന്നുള്ള മട്ടിലായി ഇതിൻ്റെ പ്രചരണം. അദാനി എന്ത് ചെയ്തു, ഇത് വയബിൾ അല്ല, അതുകൊണ്ട് ഇത് വയബിൾ ആകുന്നവരെ നടത്തിക്കൊണ്ടു പോകാനുള്ള കാശ് തരണം. അതിനെയാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്. വയബിൾ അല്ലാത്തത് കൊണ്ടാണ് വയബിലിറ്റി ഗ്യാപ്പ് ഉണ്ടായത്. ആ വയബിലിറ്റി ഗ്യാപ്പ് ആര് നികത്തും? അത് കേന്ദ്ര സർക്കാർ നികത്തി. 500 ചില്ലാനും കോടിയോ 600 കോടിയുടെ അടുത്ത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. കാരണം ഈ പ്രോജക്റ്റ് നോ പ്രോഫിറ്റിലെത്തണം. അതുവരെ ഈ ഗ്യാപ്പ് ഫൈനാൻസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഇപ്പോൾ 560 കോടി 600 കോടി എന്നൊക്കെ പറയും. ഇത് കൂടി വരും. കൂടി വന്നു കഴിയുമ്പോൾ കൂടുതൽ കാശ് അതിലേക്ക് ഇടേണ്ടി വരും. ഇപ്പം ഇത് അദാനിക്കറിയാം. അതുകൊണ്ടാണ് അദാനി പറഞ്ഞത് ഇത് മുതലാകുന്ന കച്ചവടമല്ല. വായുജിത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു പോർട്ട് കൊണ്ട് പൈസ ഉണ്ടാകുമെങ്കിൽ ആരാ അതിൽ ടെൻഡർ കൊടുക്കാത്തത്? ഏത് ബിസിനസ്സുകാരനാണ് കാശ് വേണ്ടാത്തത്? ചാടി വീഴില്ലേ അന്താരാഷ്ട്ര ഏജൻസീസ് എല്ലാം? എന്താരും വരാഞ്ഞത്? സിംഗിൾ ടെൻഡർ ബേസിസിൽ അദാനിക്ക് കൊടുക്കേണ്ടി വന്നു. കാരണം എടുക്കാൻ ആളില്ല, കോമ്പറ്റീറ്റർ ഇല്ല. നമ്മളാണെങ്കിൽ ഇത് നെഞ്ചേറ്റി വിഴിഞ്ഞത്തെ നെഞ്ചിലങ്ങ് എടുത്തു. ഇത് താഴെ വയ്ക്കാൻ നിർവാഹമില്ല നമുക്ക്. പ്രസ്റ്റീജ് ഇഷ്യൂ ആയി. അദാനിയുടെ പിന്നാലെ നടന്ന് അദാനിയെ കൊണ്ട് എടുപ്പിച്ചു. CPM ഒരു രഹസ്യ കൂടിക്കാഴ്ച, അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദാനിയും അച്യുതാനന്ദനും തമ്മിൽ നമ്മുടെ ഡൽഹി കേരള ഹൗസിൽ കൂടിക്കാഴ്ച നടന്നു. അത് പുറത്തു വന്നു. അച്യുതാനന്ദന് നിഷേധിക്കാൻ സാധിച്ചില്ല. അദാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എത്രയോ മുഖ്യമന്ത്രിമാരെ കാണുന്നു. കൂടെ ഇദ്ദേഹത്തെ ഈ ഇപ്പം പ്രസംഗിച്ച മകൻ അദാനിയല്ല, അച്ഛൻ അദാനി, ഗൗതം അദാനിയാണ് പോയി കണ്ടത്. എന്ത് വാങ്ങിക്കോട്ടെ, ആ സാധനത്തിൽ എല്ലാവരുടെയും സംഭാവനയുണ്ട്. എല്ലാവരും ഉടക്ക് വെച്ചിട്ടുണ്ട്. എല്ലാ പ്രോജക്റ്റിനും ഞാൻ ഭരണത്തിലിരിക്കുമ്പോൾ വായുജിത്ത് ഉടക്ക് വയ്ക്കും, വായുജിത്തിരിക്കുമ്പോൾ ഞാൻ ഉടക്ക് വയ്ക്കും. ഇത് ഒന്നുകിൽ എൻ്റെ പീരീഡിൽ അല്ലെങ്കിൽ വായുജിത്തിൻ്റെ പീരീഡിൽ ഇതിൻ്റെ ഉദ്ഘാടനം വരുമ്പോൾ നമ്മൾ രണ്ടുപേരും ക്ലെയിം ചെയ്യും. ഈ നാടകമാണ്, ഈ ക്രെഡിറ്റ് സ്നാച്ചിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ഡെർട്ടി തിങ്ങാണ്. അതും പോട്ടെ. ഞാൻ പറയുന്നത് ഈ പ്രോജക്റ്റ് വലിയൊരു പരാജയമായിരിക്കും. കാരണം അദാനി അടുത്ത കണ്ടീഷൻ വെച്ചു. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അദാനി അടുത്ത കണ്ടീഷൻ വെച്ചു, എനിക്കൊരു 67 ഏക്കർ കൂടെ അവിടെ അക്വയർ ചെയ്ത് തരണം. 67 എന്നാണ് ഞാൻ പത്രങ്ങളിൽ വായിച്ചത്. പിന്നെ അത് എത്രയായി, ആക്ച്വലി എത്ര കൊടുത്തു എന്നറിയില്ല. ഇതും കൂടെ കേരള സർക്കാർ എടുത്തു കൊടുത്തു. ഇതെന്തിനാണെന്നറിയാമോ? അവിടെ ഒരു ടൗൺഷിപ്പ്, ഒരു ടൂറിസ്റ്റ് വില്ലേജ്, ഇതാണ് അദാനി പ്ലാൻ ചെയ്യുന്നത്. ഇവരുടെ പ്രോജക്റ്റിൽ ഇത് റെസിഡൻഷ്യൽ കോംപ്ലക്സ്, അത് ഇത് അവിടുത്തെ ജോലിക്കാർക്കല്ല, അത് വേറെ ആർക്കും അവിടെ താമസിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അദാനി പറഞ്ഞു, പ്രോജക്റ്റ് ഞാൻ ഏറ്റെടുക്കുന്നെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപനം കൂടെ തുടങ്ങാൻ എന്നെ അനുവദിക്കണം. അപ്പോൾ ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം, ഇതാണ് അദാനിയുടെ വരുമാനം പോർട്ടിൽ നിന്ന്. വല്ലപ്പോഴും ഒരു കപ്പൽ വന്നാലായി, വന്നില്ലെങ്കിലായി. ഞാൻ ഈ വിഴിഞ്ഞം ബഹളം നടക്കുമ്പോൾ നെറ്റിൽ കയറി നോക്കി, 7 വെബ്സൈറ്റുണ്ട് വിഴിഞ്ഞം പോർട്ടിനെ പറ്റി. വിഴിഞ്ഞം പോർട്ട്സ് ലിമിറ്റഡ്, വിഴിഞ്ഞം പോർട്ട് എക്സ്റ്റൻഡഡ്, വിഴിഞ്ഞം പോർട്ട് മറ്റത് എന്നൊക്കെ പറഞ്ഞിട്ട്
7 വെബ്സൈറ്റുകളുണ്ട്. 7ലും ഞാൻ കയറി നോക്കി. വിഴിഞ്ഞം അവിടുത്തെ പോർട്ടിൻ്റെ ആഴം പല രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 14.5 മുതൽ 21 വരെ ആഴമുണ്ടെന്ന് പലരും ക്ലെയിം ചെയ്യുന്നു. അൾട്ടിമേറ്റ്ലി ഒരാൾ സത്യം പറഞ്ഞു, ഇത് യൂണിഫോം അല്ല. വിഴിഞ്ഞ കടലിൻ്റെ അടിത്തട്ട് യൂണിഫോം അല്ല. ചില സ്ഥലത്ത് പൊങ്ങിയും ചിലത്ത് കുഴിഞ്ഞും അങ്ങനെയൊക്കെ ഇരിക്കുന്നു. കുഴിയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് 30 മീറ്റർ വരെ ആഴമുണ്ട്. പൊങ്ങിയ സ്ഥലത്ത് 14 മീറ്റർ വരെ ആഴം ഉള്ളൂ. ഇവിടെ ഡ്രഡ്ജിങ് നടത്തേണ്ടി വരും, പാറ പൊട്ടിക്കേണ്ടി വരും. ഈ പാറ എവിടെ കൊണ്ടുപോയി ഇടും അറിയില്ല. ഇത് കൂടാതെ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്ന പുലിമുട്ടുണ്ടല്ലോ, ഒരു പുലിമുട്ടേ ആയുള്ളൂ, 2 കൊമ്പ് പോലെ ഇങ്ങനെ കടലിലേക്ക് ഇറക്കാനാണ്. ശരിക്ക് പറഞ്ഞാൽ ഇതിനർത്ഥം ഇത് കൃത്രിമമായ പോർട്ടാണ്, നാച്ചുറൽ പോർട്ടല്ല. അതുകൊണ്ടാണ് ഈ കൊമ്പുകൾ വേണ്ടി വരുന്നത്. മദ്രാസ് പോർട്ട് വിമാനത്തിലിരുന്ന് താഴെ നോക്കിയാൽ 2 കൊമ്പിങ്ങനെ കടലിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നതാണ്. ഈ കൊമ്പിനുള്ളിലാണ് ഈ ലോഡിങ് അൺലോഡിങ് കപ്പൽ വരുന്നതും പോകുന്നതും എല്ലാം. ഇപ്പോൾ കടലിലേക്ക് ഇറങ്ങി 2 പുലിമുട്ട് ഒരല്പം വളഞ്ഞിരിക്കുക, അതാണ് ഞാൻ കൊമ്പ് എന്ന് പറയുന്നത്. കൊമ്പിൻ്റെ ഷേപ്പാണത്. അതിൽ ഒരു കൊമ്പാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് തീർത്തിരിക്കുന്നത്. അടുത്ത കൊമ്പ് തൊട്ടിട്ടില്ല. അടുത്ത കൊമ്പ് വേണ്ടാന്ന് നമുക്ക് പറയുന്നുണ്ട്. ആർക്കറിയാം ഇതിൻ്റെ ഡിസൈനൊക്കെ. ഈ ഒരു കൊമ്പ് തീർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ തീരത്തിൽ വലിയ പ്രശ്നം വന്നു. ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ വടക്കോട്ട്, അതിപ്പോൾ ശംഖുമുഖം വരെ എത്തി, വടക്കോട്ടെല്ലാം കടൽ കരയിലേക്ക് അടിച്ചു കയറി, കര കാർന്ന് തിന്നു. ഇന്നിപ്പോൾ ശംഖുമുഖത്ത് കടപ്പുറമില്ല. അറിയാമോ വൈദ്യത്തിന്? ദർ ഈസ് നോ ശംഖുമുഖം കടപ്പുറം. ശംഖുമുഖത്ത് ബലിയിടാൻ പോയ ഹിന്ദുക്കളെ 3 വർഷം മുമ്പ്, നമ്മുടെ കൊറോണ ജസ്റ്റ് ലിഫ്റ്റ് ചെയ്ത് പകുതി ഉണ്ടെന്നൊക്കെ ആ സമയത്ത് പോലീസുകാർ നിന്ന് തടഞ്ഞു, ഓടിച്ചു അവരെ. ജില്ലാ കളക്ടറുടെ ഉത്തരവാണ്, ശംഖുമുഖം കടപ്പുറത്ത് ബലിയിടാൻ പാടില്ല, കാരണം സേഫ്റ്റി ഇല്ല. 3 അടിയൊക്കെയാണ് കടൽ വന്ന് നിൽക്കുന്നത്. ശംഖുമുഖത്ത് അവർ ഇതുണ്ടാക്കി, കല്ലിട്ട് ചിറ പോലെ കെട്ടി, നമ്മൾ ചെറായിലും ചെല്ലാനത്തും ഒക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ ഈ ഗതിയായി ശംഖുമുഖത്തിന്. ഇപ്പോൾ അത് മെല്ലെ വർക്കലയിൽ വരെ വരുന്നു, കടൽ കയറി വരുന്നു. ഇത് ഈ പുലിമുട്ടിന് വടക്കോട്ട്. തെക്കോട്ട് എന്ത് സംഭവിച്ചു? കടൽ ഇറങ്ങി. ഇത് കടലിൻ്റെ സ്വഭാവമാണ്. നിങ്ങൾ പുലിമുട്ടിയിട്ട് കഴിഞ്ഞാൽ കടലിങ്ങനെ പെരുമാറും, ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിൻ്റെ വിദഗ്ധന്മാരുടെ അഭിപ്രായം ഒന്നും ആരും ചോദിക്കുന്നില്ല, പറയുന്നില്ല. വെറുതെ ബഹളം വയ്ക്കും. ശംഖുമുഖം കടലെടുത്തു. അപ്പുറത്ത് തെക്ക് വശത്തോ അവിടെ എന്ത് സംഭവിച്ചു? കടൽ പുറകോട്ട് പോയി. കടൽ പുറകോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ ചീനവല കൊണ്ട് മീൻ പിടിക്കുന്നവരുണ്ടല്ലോ, അവരുടെ ചീനവല കരയിലായി. എവിടെ ഈ ചീനവല മുക്കുക? വെള്ളം ഉണ്ടെങ്കിലല്ലേ. വെള്ളം അങ്ങ് ദൂരെ പോയി, കയറി വരുന്നേ ഇല്ല. വേലിയേറ്റത്തിൻ്റെ സമയത്ത് പോലും ഈ ചീനവല മുങ്ങുന്നില്ല. ആ അവസ്ഥ തെക്കോട്ടായി. ഇതാണ് ഈ ലത്തീൻ സഭ അവരൊക്കെ ബഹളം വയ്ക്കാനുള്ള കാരണം. ഇതാണ്. അപ്പോൾ അവരെ എവിടെ മാറ്റി താമസിപ്പിക്കും? 1.5 ഏക്കർ പുരയിടം, നല്ല മതിലൊക്കെ ഇട്ട് നടുക്ക് വീടൊക്കെ വെച്ചിട്ട് കാർന്നവരങ്ങ് താമസിക്കുകയാണ്. ഇപ്പോൾ പറയാം കാർന്നവരെ മാറ്റി താമസിപ്പിക്കും, കടൽ കയറി വരും, ഇവിടെ എടുത്തുകൊണ്ട് പോകും. അവരെവിടെ പോകും? അവർക്ക് കോമ്പൻസേഷൻ, എത്ര കോമ്പൻസേഷൻ? 1.5 ഏക്കർ കോമ്പൗണ്ടും അതിൽ വെച്ച വീടും പരമ്പരാഗതമായിട്ട് അവിടെ താമസിക്കുന്നതായ ആൾക്കാരെ എങ്ങനെ നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യും? പലരും ധരിക്കുന്നത് ഈ കടപ്പുറത്ത് നമ്മുടെ പഴയ ചെമ്മീൻ സിനിമയിൽ കാണുന്ന പോലെ ചെറിയ കുടിലൊക്കെ കെട്ടിയ ആൾക്കാർ താമസിക്കുകയാണ്, അത് മാറ്റാൻ വലിയ എളുപ്പമാണല്ലോ. അങ്ങനെയൊന്നും അല്ല. ഇതൊക്കെ പക്ക ബിൽഡിങ്സ്, വീടുകളാണ്, നൂറ്റാണ്ടുകളായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. അവരെ എവിടെ കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പോവുക നിങ്ങൾ? അവസാനം അവരെ കുറേ പേരെ ഇറക്കിയിട്ടൊരു സിമെൻറ്റ് ഷെഡിൽ കൊണ്ടുപോയി എന്തെല്ലാം ദ്രോഹം ചെയ്തവരോട്. എന്നാൽ ഇതിന് സൊല്യൂഷനുണ്ട്. ഈ കടലിങ്ങനെ ബിഹേവ് ചെയ്യുന്നതിന് ദെയർ ഈസ് എ സൊല്യൂഷൻ. യു ഹാവ് ടു മേക്ക് സം അതർ കൺസ്ട്രക്ഷൻ. ഇതൊക്കെ അറിയാം. വിദേശ വിദഗ്ധന്മാരൊന്നും വേണ്ട. നമ്മുടെ ജേക്കബ് തോമസ് സാറിനോട് ചോദിച്ചാൽ അദ്ദേഹം ഇത് വരച്ചു തരും, ഇതിൻ്റെ സൊല്യൂഷൻ ഫ്രീ ആയിട്ട്. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ട് പറയുകയില്ല, ഒരു ധൈര്യം വെച്ച് പറയുകയാണ്. ഇങ്ങനത്തെ മനുഷ്യരുണ്ടല്ലോ, എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമില്ല. ഇതാ ഇങ്ങനെയാണ് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കടൽ ഈ രീതിയിൽ ബിഹേവ് ചെയ്യും. ഇതറിയാവുന്ന എല്ലാ ആൾക്കാരും ഉണ്ട്. 75 വയസ്സിൽ കൂടുതലുള്ള കടപ്പുറത്ത് താമസിക്കുന്ന മരയ്ക്കാന്മാർക്ക് ഇതിൻ്റെ സൊല്യൂഷൻ അറിയാം. ശരി, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പുലിമുട്ട് കെട്ടണം. ഒരു കാര്യം ചെയ്യും,
ഇപ്പുറത്ത് വേറൊരു ഇതാക്കുക, അപ്പം ആ വേലിയേറ്റത്തിൽ ഇത് തള്ളിയിട്ട് അപ്പുറത്തേക്ക് പൊക്കോളും. ഇതൊക്കെ അവർക്ക് വെള്ളത്തിൻ്റെ ഒഴുക്ക് കൃത്യമായിട്ടറിയാം. കടലിൽ കിടന്ന് കളിക്കുന്നവരാണ് അവർ. നമ്മൾ സാധാരണ ഗ്രൗണ്ടിൽ കിടന്ന് കളിക്കുന്ന പോലെ കടൽ അവർ കളിത്തട്ടായിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അറിയാം കടലിൻ്റെ സ്വഭാവം. ഇതൊന്നും ചെയ്യാതെ ഇതിൻ്റെ ഉദ്ഘാടനം ഇതിൽ നിന്ന് കിട്ടുന്ന പേര് അത് ഇതൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ മദർഷിപ്പൊന്നും വരാൻ പോകുന്നില്ല. ഇനി വരണമെങ്കിൽ തന്നെ എന്തിനു വരണം? തൊട്ടപ്പുറത്ത് കൊളംബോയുണ്ട്, ശ്രീലങ്കയുടെ. ഈ മദർഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കടത്തോളം പോലെ ചുമ്മാ തോന്നിയ സ്ഥലത്ത് അടുപ്പിക്കാനൊന്നും പറ്റില്ല. ഇറ്റ്സ് എ ബിഗ് ഹ്യൂജ് പ്രോസസ്സ്. അപ്പോൾ അവർ കൊളംബോയിൽ പോകും. കൊളംബോ സിലോണിൻ്റെ തെക്കേ അറ്റത്ത് ഹമ്പൻതോത്ത പോർട്ട് ഡെവലപ്പ് ചെയ്തു ചൈനീസ് സഹായത്തോടെ. അത് ശരിക്കും ശ്രീലങ്ക നമുക്ക് ഓഫർ ചെയ്തതാണ്. ഹമ്പൻതോത്ത നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു, അവർ ചൈനയ്ക്ക് കൊടുത്തു. അതിപ്പോൾ ഏകദേശം കംപ്ലീറ്റായി. അത് നമ്മളുടെ അന്തർദേശീയ കടൽ പാതയിൽ തന്നെയാണ് ഹമ്പൻതോത്ത. സിലോൺ കുറച്ചകത്തേക്ക് വരണം, ഇതും നമ്മുടെ വിഴിഞ്ഞവും കുറച്ചകത്തേക്ക് വരണം, കൊച്ചി കൂടുതലകത്തേക്ക് വരണം. പക്ഷേ ഹമ്പൻതോത്ത പോണ വഴിക്ക് തന്നെയാണ്. വഴിയിൽ നമ്മൾ നിർത്തി കാറിൻ്റെ ചില്ല് താഴ്ത്തിയിട്ട് സാധനം വാങ്ങുകയില്ലേ, അതുപോലെയുള്ള പോർട്ടാണ് ഹമ്പൻതോത്ത. കപ്പലുകൾക്ക് പോണ വഴിക്ക് ഒന്ന് നിർത്തിയാൽ മതി, അവിടെ ലോഡിങ് അൺലോഡിങ് നടക്കും. വേറെ നിങ്ങൾ സഞ്ചരിക്കേണ്ട അതിന് വേണ്ടിയിട്ട്. ദിസ് ഈസ് ഹമ്പൻതോത്ത. ഇതെല്ലാം ഉള്ളപ്പോൾ നിങ്ങൾക്ക് എന്ത് ബിസിനസ്സാണ് കിട്ടാൻ പോകുന്നത്? ഇനി അകത്ത് നിന്ന് ഇന്ത്യയിലുള്ള ചരക്ക് ആരെങ്കിലും വിഴിഞ്ഞം വരെ ഓടിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കപ്പലിൽ കയറ്റാമെന്ന് വിചാരിക്കുമോ? അതിനിടയ്ക്ക് എത്രയോ പോർട്ട് കിടക്കുന്നു, കൊച്ചി അടക്കം. കൊച്ചിക്ക് എന്ത് സംഭവിച്ചു? എനിക്ക് ഓർമ്മയുണ്ട്, ഇതിപ്പോൾ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാളാണ് വന്നത്. കൊച്ചിയിൽ വന്നത് മൻമോഹൻ സിംഗാണ്, പ്രധാനമന്ത്രിയാണ്. ഇത്തരം പ്രോജക്റ്റുകൾക്കൊരു പരിപാടിയുണ്ടല്ല, രാഷ്ട്രത്തിന് സമർപ്പിക്കുക, പിന്നെ രാഷ്ട്രം നോക്കിക്കൊള്ളണം. സമർപ്പിച്ച ആൾക്കാരൊക്കെ സ്ഥലം വിടും, നമ്മളുടെ നെഞ്ചത്തേക്ക് അത് സമർപ്പിക്കും. ഇങ്ങനെ സമർപ്പിക്കാൻ മൻമോഹൻ സിംഗ് വന്നതാണ് വല്ലാർപാടം. ഇപ്പം എന്തുണ്ട് വല്ലാർപാടത്ത്? അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കപ്പൽ വരും, ദിവസവും ഡ്രഡ്ജിങ് നടത്തണം. ഡ്രഡ്ജിങ് നടത്തുന്നത് ഡി പി വേൾഡിൻ്റെ ജോലിയാണോ? ഇവിടുത്തെ അദാനിയാണ് ഡി പി വേൾഡ്. വിഴിഞ്ഞത്ത് അദാനി, കൊച്ചിയിൽ അദാനിക്ക് തുല്യം ആരാണെന്ന് ചോദിച്ചാൽ ഡി പി വേൾഡാണ്. ഡി പി വേൾഡ് കാലമേക്കാലം കയറ്റിയിരിക്കുകയാണ്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഡ്രഡ്ജ് ചെയ്ത് ആഴം കൂട്ടി കൊടുത്താൽ കപ്പൽ വരും. വല്ലാർപാടം ആകെ ഫേമസ് ഓർ ഇൻഫേമസ് ആയിരിക്കുന്നത് രക്തചന്ദ്രൻ കടത്ത് പിടിക്കുമ്പോൾ മാത്രമാണ്. വേറെ എന്ത് ആക്ടിവിറ്റിയാണ്? ഭൂലോകത്തെ ഏറ്റവും വലിയ റെയിൽവേ പാലം, ഇത്രയും നീളമുള്ള പാലം ഭൂമിയിലെങ്ങും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പാലം ഉണ്ടാക്കി കൊടുത്തു റെയിൽവേ. കാരണം കണ്ടെയ്നർ തുരുതുരാ വരികയല്ലേ പോർട്ടിലേക്ക്. ഇപ്പോൾ റെയിൽവേ വല്ലാർപാടത്തിന് കത്തയച്ചിരിക്കുകയാണ്, പാളം തുരുമ്പിടിച്ച് പോകും, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വണ്ടി ഓടിക്കപ്പോൾ നിങ്ങളുടെ സാധനം ഇവിടെ. ഗുഡ്സ് ട്രെയിൻ വരണ്ടേ നമ്മുടെ കണ്ടെയ്നർ വലിച്ചുകൊണ്ട്? ഇത് വരാൻ അയക്കാൻ ആളില്ല. അവർ പറഞ്ഞു ഈ വല്ലപ്പോഴെങ്കിലും വണ്ടി ഓടിയില്ലെങ്കിൽ പാളം ചീത്തയായി പോകും. ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഉപ്പുള്ളത്തിലാണ് കൺസ്ട്രക്ഷൻ നടന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദിസ് ഗോയിങ് ഓൺ? ആഴ്ച ഒരിക്കൽ പോലും ട്രെയിൻ വരുന്നില്ലെങ്കിൽ. ഇത് മറച്ചു വെച്ചുകൊണ്ട് ഇവർ വിഴിഞ്ഞത്തിൻ്റെ ചെണ്ടയടിക്കുകയാണ്. ഏറ്റവും വലിയ തമാശ, കബോട്ടാഷ് നിയമം ഇളവ് ചെയ്ത് കൊടുക്കും. വല്ലാർപാടത്തും വലിയ ക്യാമ്പയിനായിരുന്നു, കബോട്ടാഷ് നിയമം ഇളവ്. നിയമം ഇളവ് ചെയ്ത് കൊടുത്തു. വിഴിഞ്ഞത്ത് തുടക്കത്തിലേ തന്നെ ഇളവ് ചെയ്ത് കൊടുത്തു. എന്താ കബോട്ടാഷ് നിയമം എന്നറിയാമോ? കബോട്ടാഷ് നിയമം എന്ന് പറയുന്ന നിയമമില്ല, അത് ഈ മറൈൻ റെഗുലേഷൻ ആക്റ്റിലെ ഒരു വകുപ്പാണ്. നിങ്ങൾ ഈ ട്രാൻസ്ഷിപ്മെൻറ്റിന് വരുന്ന കപ്പലുകൾ അവിടെ നിന്ന് ചെറിയ തുറമുഖത്തേക്ക്, ഇപ്പോൾ വിഴിഞ്ഞത്ത് വന്നു, വിഴിഞ്ഞത്ത് നിന്ന് തൂത്തുക്കുടി പോകണം, വിശാഖപട്ടണത്തിൽ പോകണം, പാരാദ്വീപിൽ പോകണം, ഗോവയിൽ പോകണം, മംഗലാപുരത്ത് പോകണം, ഇങ്ങനെയൊക്കെയുള്ള കണ്ടെയ്നർ ഉണ്ടെന്ന് വയ്ക്കുക. അതിന് ഇന്ത്യൻ കപ്പലുകളെ ഉപയോഗിക്കാവുള്ളൂ, ഫോറിൻ കപ്പലുകൾ ഉപയോഗിച്ചുകൂടാ. കാരണം നമുക്കൊരു ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയൊക്കെ ഉണ്ടല്ല, അവർക്ക് ചെറുതരം കപ്പലുകളാണ് കയ്യിലുള്ളത്. ഭീമാകാരമായ ഇവർ വലിയ ചെണ്ടയടിക്കുന്ന അത്തരം കപ്പലൊന്നും ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കില്ല. അപ്പോൾ അവർക്കും ജീവിക്കണ്ടേ? പ്രൈവറ്റ് ഒരുപാട് ഷിപ്പിംഗ് കമ്പനികൾ ഇന്ത്യയിലുണ്ട്, അവർക്ക് ജീവിക്കേണ്ടത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു നിങ്ങൾ മെയിൻ കച്ചവടം നടത്തിക്കോ, സബ്ബായിട്ട് പോകുന്ന കപ്പലുകളുണ്ടല്ലോ, അത് ഇന്ത്യൻ കപ്പലുകളാണ്. അതിവർ സമ്മതിക്കില്ല. ആദ്യം പറയും ആ കണ്ടീഷൻ എടുത്ത് കളയണം. ഇത് കളയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
യൂറോപ്യന്മാർക്ക് ഒരുപാട് കപ്പലുകൾ ഉപേക്ഷിക്കാനുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാം? വയസ്സായി ഒന്നിനും കൊള്ളാത്ത കപ്പലുകൾ ഇതേതെങ്കിലും പോർട്ടിൽ കൊണ്ടുപോയി തള്ളണം. അതിനവർ ഒരു പോർട്ട് വേണം. അതിനാണ് വല്ലാർപാടം, വിഴിഞ്ഞം, അത് ഇതൊക്കെ. ബോംബെയിൽ ഇത് ചെയ്യുന്നുണ്ട്. അതിനവർക്കൊരു ന്യായമുണ്ട്. ഗുജറാത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഈ ഷിപ്പ് ബ്രേക്കിംഗ് ഇൻഡസ്ട്രി, കപ്പൽ പൊളിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതിയല്ല. 12 കോട്ട് പെയിൻ്റാണ് ഒരു കപ്പലിന് പ്രാഥമികമായിട്ട് അടിക്കുന്നത്. അത് പല ക്വാളിറ്റിയിലുള്ളത്. ഉപ്പുവെള്ളത്തിലല്ലേ ഈ സാധനം കിടക്കുന്നത്? ഇരുമ്പാണ്, ഉപ്പുവെള്ളത്തിലാണ് കിടക്കുന്നത്. തുരുമ്പ് പിടിച്ച് ദ്രവിച്ച് 2 ദിവസം കൊണ്ട് കടൽ വെള്ളം ഇവനെ തുളയ്ക്കും. അത് വരാതിരിക്കാനായിട്ട് 12 കോട്ട് പെയിൻറ്റ്, മറൈൻ പെയിൻറ്റ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ക്വാളിറ്റികളുണ്ട്. ഇതൊക്കെ അടിച്ചിട്ടാണ് ഈ കപ്പലുകൾ വെള്ളത്തിൽ ഓടുന്നത്. ചുമ്മാ പിള്ളേർ കളിയല്ല ഇത്. ഇത് പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെയിൻ്റ് എല്ലാം ചുരണ്ട, അതിൻ്റെ ഓയിൽ, അത് ഇതൊക്കെ വലിയ ഇൻഡസ്ട്രിയാണ് ഷിപ്പ് ബ്രേക്കിംഗ് ഇൻഡസ്ട്രി. ഇതിൽ ഫ്രീ ആയിട്ട് ഇവർക്ക് ഷിപ്പ് ബ്രേക്കിങ്ങിന് കാശ് അങ്ങോട്ട് കൊടുക്കണം. എൻ്റെ കപ്പലൊന്ന് പൊളിച്ചിട്ട് താജേട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കേണ്ട ഗതികേടാണ്. ഇപ്പോൾ ഇവരിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കടൽ തീരത്ത് ഈ പഴയ ഗ്രീക്ക് കപ്പലൊക്കെ കൊണ്ടുവന്ന് നടതള്ളും. ജൂഹു ബീച്ചിൽ 2005 or 2006 ബോംബെ ജൂഹു ബീച്ചിൽ ആൾക്കാർ രാവിലെ നോക്കിക്കഴിഞ്ഞപ്പോൾ കൂറ്റൻ കപ്പൽ 50 അടിയിൽ വന്ന് ഉറച്ചിരിക്കുന്നു മണ്ണിൽ. ആരുടെയാണെന്നറിയില്ല, ആളില്ല, ഒന്നുമില്ല, കൊടിയില്ല. ഏതെങ്കിലും നാടിൻ്റെ ആണെന്ന് അറിയണ്ടേ? അത് ഇന്ത്യയുടെ തലയിലായി ആ കപ്പൽ. എന്തിയന വയസ്സും കപ്പലാണ്. ഈ പരിപാടി ഉണ്ടാവാതിരിക്കാനാണ് കബോട്ടാഷ് നിയമം. സകലവരും ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ ഇവരൊക്കെ ഇതിനനുകൂലമാണ്. ഞാനിത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്, വല്ലാർപാടത്ത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മഹാനെ ചെന്ന് കണ്ടു. ആരാന്നറിയാമോ? സീതാറാം യെച്ചൂരി. സീതാറാം യെച്ചൂരി അന്ന് രാജ്യസഭയിൽ ഷിപ്പിംഗ് കമ്മിറ്റിയുടെ മെമ്പറോ ചെയർമാനോ മറ്റോ ആണ്. പലവിധ കമ്മിറ്റികളുണ്ടല്ലോ. ഈ രാജ്യസഭ ലോക്സഭയിൽ നടക്കുന്ന ബഹളമൊന്നും നോക്കണ്ട, തീരുമാനിക്കുന്ന വേറെ കമ്മിറ്റികളാണ്. സബ്ജക്റ്റ് കമ്മിറ്റി, സെലക്ട് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് പല കമ്മിറ്റികളുണ്ട്. ഈ കമ്മിറ്റിയിൽ ഈ സാധനം വരുമ്പോൾ ഇതിനെ എതിർക്കണം എന്ന് പറയാനായിട്ട് ഞാൻ സീതാറാം യെച്ചൂരിയെ ചെന്ന് കണ്ടു. യെച്ചൂരി പറഞ്ഞു, ഡോണ്ട് വറി മൈ ഫ്രണ്ട്, കമ്മിറ്റിയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരാറുണ്ട്, അതൊന്നും നടപ്പിലാവാറൊന്നുമില്ല, യു നീഡ് നോട്ട് വറി. എന്നിട്ട് പറഞ്ഞു, ജോസഫ് പ്ലീസ് ടേക്ക് ദിസ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ക്രിസ്പായിട്ട് 2 പാരഗ്രാഫായിട്ട് ഒറ്റ പേപ്പറിൽ ടൈപ്പ് ചെയ്ത് കൊണ്ടു. ഇഷ്യൂ മനസ്സിലാവണമല്ല. ഞാൻ പറഞ്ഞു, സാർ ഞാനിത് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞു, ഞാൻ വായിച്ച് നോക്കാം, ലെറ്റ് മീ സീ. എനിവേസ് നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ മിയർലി ബിക്കോസ് കമ്മിറ്റി ഹാസ് ഡിസൈഡ് എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിച്ച്, ജോസഫ് പ്ലീസ് കീപ് ദിസ് എന്ന് പറഞ്ഞ് പേപ്പർ വാങ്ങിച്ച് പുള്ളിയുടെ അസിസ്റ്റൻറ്റിന് കൊടുത്തിട്ട് ഞാനിങ്ങ് പോന്നു. ഒന്നും സംഭവിച്ചില്ല. യെച്ചൂരി പറഞ്ഞ പോലെ കമ്മിറ്റിക്ക് മേലെയില്ല, ഒന്നുമില്ല. ബിസിനസ്സുകാരെന്ത് തീരുമാനിക്കുന്നോ അത് നടന്നു. അത് തന്നെ ഇപ്പോൾ വിഴിഞ്ഞത്ത് നടക്കുന്നു. ആൻഡ് ഐ എം ടെലിങ് യു, ഈ പറയുന്ന മാതിരി ഒരു ബിസിനസ് നടക്കാത്ത ഒരു വെള്ളാനയായിട്ടത് മാറും. ബിസിനസ് നടന്നാൽ പോലും അവരുടെ കണ്ടീഷൻ നോക്ക്. എത്രയാ? 40 വർഷം കഴിയുമ്പോഴോ മറ്റോ 1% സർക്കാരിലേക്ക് അവർ റവന്യൂവിൻ്റെ 1% കൊടുക്കും. ആഫ്റ്റർ 40 years നമ്മളൊക്കെ പരലോകത്ത് പ്രാപിച്ചിട്ട് പിന്നെ ആരും എന്ത് ചെയ്യുമ്പോൾ എന്നറിയില്ല. ബട്ട് ദിസ് വിൽ റിമെയിൻ, ഈ ടൂറിസ്റ്റ് വില്ലേജ് വിൽ റിമെയിൻ. ദാറ്റ് ഈസ് ദ മണി വിച്ച് അദാനി ഈസ് ഗോയിങ് ടു റീപ്പ്. അല്ലാതെ കപ്പൽ പുള്ളി പറയുമ്പോൾ കപ്പൽ വന്നില്ല, ഞാൻ എന്ത് ചെയ്യാനാണ്? വരുമ്പോൾ വരട്ടെ. അങ്ങേർക്ക് മുടക്കൊന്നുമില്ലല്ലോ. അങ്ങേരുടെ മുടക്ക് ഈ ടൂറിസ്റ്റ് വില്ലേജിൽ നിന്ന് തിരിച്ച് കിട്ടുന്നുണ്ട്. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഈ സംസ്ഥാനത്തിനപ്പോൾ യാതൊരുവിധ ഗുണവും കിട്ടാൻ മറ്റ് രീതിയിലെങ്ങും സാധ്യത ഒന്നുമില്ല. ഞാൻ വല്ലാർപാടത്ത് പോയിരുന്നു. വല്ലാർപാടത്ത് എത്ര പേർ ജോലി ചെയ്യുന്നുണ്ട്? അപ്പോൾ 250 പേർ പ്രത്യക്ഷമായും 250 പേർ പരോക്ഷമായും. ഇതെല്ലാ പത്രത്തിലും കാണാം. പ്രത്യക്ഷമായി ഇത്ര പേർക്കും പരോക്ഷമായി ഇത്ര പേർക്കും. എന്താ ഈ പരോക്ഷമായിട്ട്? ഈ സാധനം എന്താണെന്നറിയാമോ? ഈ വല്ലാർപാടം ടെർമിനലിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചായക്കട ഇട്ട് ഒരാൾ നടത്തുന്നു. അവിടെ അയാളും 2 ജീവനക്കാരുമുണ്ട്. അപ്പം 3 പേരായില്ലേ? ആ 3 പേർക്ക് ഈ തൊഴിൽ കിട്ടാനുള്ള കാരണം എന്താ? വല്ലാർപാടം ടെർമിനലാണ്. അതിനാൽ പരോക്ഷമായിട്ട് 3 പേർക്ക് ജോലി കൊടുത്തു. ഇതാണ് പരോക്ഷമായ ജോലി കൊടുക്കൽ. ഈ തട്ടിപ്പിൽ പെട്ടുപോരുത് കേട്ടോ. എല്ലാ പത്രത്തിലും എഴുതും. സർക്കാർ പറയും പ്രത്യക്ഷമായിട്ട് 500 പേർക്കും പരോക്ഷമായിട്ട് 2300 പേർക്കും. ഈ പരോക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിട്ട് നമ്മൾ ആ 500 പേരുള്ളതുകൊണ്ടല്ലേ തൻ്റെ ചായക്കട നടക്കുന്നത്. അതുകൊണ്ട് തനിക്ക് ജോലി ചെയ്ത് തന്നത് ഞങ്ങളല്ലേ.
ഇതൊക്കെയാണ് ലോജിക്ക്. അപ്പം ഇൻഡയറക്റ്റ് ജോബ് ഇതാണ്. അപ്പോൾ ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ട് വല്ലാർപാടത്തുള്ളത് 500 പേരാണ്. ഞാൻ ചോദിച്ചു ആരെ ഇൻഡയറക്റ്റ്? കാരണം വല്ലാർപാടം ടെർമിനലിൻ്റെ ഓപ്പോസിറ്റ് ചായക്കടയില്ല, തുണിക്കടയില്ല, പലചരക്കടയില്ല, ഒന്നുമില്ല, പ്ലെയിനാണ്. അപ്പുറത്ത് വീണ്ടും കായൽ തുടങ്ങുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ട്രെയിലർ ലോറിയൊക്കെ വരുമല്ലോ, അതിൻ്റെ ഡ്രൈവർ ക്ലീനറൊക്കെ ചേർന്നിട്ടാണ് ഈ ഇൻഡയറക്റ്റ്. വെൽ അതിനകത്ത് ട്രെയിലർ ഓടിച്ചുകൊണ്ട് കയറ്റിയ ഡ്രൈവർ വല്ലാർപാടം ഉള്ളതുകൊണ്ടല്ലേ ഡ്രൈവർക്ക് ഈ ലോറിയുമായിട്ട് വരാൻ പറ്റിയത്. അപ്പോൾ ആ ഡ്രൈവർക്ക് ജോലി കൊടുത്തതാരാ? ഞങ്ങളല്ലേ. ഇതാണ് വാദം. 378 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 378 പേർക്ക് വല്ലാർപാടത്ത് ജോലി കിട്ടണം. കിട്ടിയോ? ഇല്ല. കിട്ടിയെങ്കിൽ തന്നെ 250 പേർക്കേ ഉള്ളൂ. മാത്രമല്ല 250 പേര് ഡയറക്റ്റ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ അവർ സ്കിൽഡ് എംപ്ലോയീസാണ്, ക്രെയിൻ ഓപ്പറേറ്റർ, അത് ഇതൊക്കെ. പിന്നെ കേരളം തീരെ ഒരു ചെറിയ സംസ്ഥാനവും മലയാളി, പുറത്തുള്ള മലയാളിക്കൊക്കെ വിവരമുണ്ട്, അകത്തുള്ള മലയാളി ഈ ക്രെയിനൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ 40 ടൺ വഹിക്കുന്ന പടുകൂറ്റൻ ക്രെയിൻ എന്ന് കേൾക്കുമ്പോൾ അഞ്ചു 200 ടണ്ണുള്ള വെയിറ്റ് 55 മീറ്റർ പൊക്കത്തിലേക്ക് പൊക്കുന്ന ക്രെയിൻ 1984 മഹാരാഷ്ട്രയിൽ കമ്മീഷൻ ചെയ്ത എഞ്ചിനീയറാണ് ഞാൻ. അന്ന് സ്ക്രൂ ഡ്രൈവറുടെ പോക്കറ്റിലുണ്ടാകുന്ന വർക്കിംഗ് എഞ്ചിനീയർ. ഇവിടെ ഈ 40 ടൺ 20 അടി പൊക്ക് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും വലിയ കാര്യമായിട്ട് ആഘോഷിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വ്യവസായം കണ്ടിട്ടില്ല, ഒന്നും കണ്ടില്ല. മലയാളി കണ്ടിട്ടുണ്ടല്ലോ അങ്ങോട്ടോ. മലയാളി പുറത്ത്, ഇവർ മലയാളികളാണ്. ഞാനും മലയാളിയായിരുന്നല്ലോ, ഞാനല്ലേ ക്രെയിൻ കമ്മീഷൻ ചെയ്തെന്ന് ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഐ ഡിഡ് ദാറ്റ് ജോബ്, ഐ നോ ദാറ്റ്. ബട്ട് വി ആർ നോട്ട് വോസിഫറസ്. ഇങ്ങനെയുള്ള ആൾക്കാരെ ആരും ഒന്നും മിണ്ടാൻ സമ്മതിക്കില്ല. രാഷ്ട്രീയക്കാരാണ് എല്ലാം തീരുമാനിക്കുന്നത്. അങ്ങനെ പോകുന്നു. ഞാൻ അതുകൊണ്ട് വിഴിഞ്ഞം പോർട്ട് സംശുദ്ധമായ വെള്ളാന എന്ന് പറയില്ല, ഒരു പ്രയോജനമില്ലാതെ ഡെഡ് അസറ്റായിട്ട് കിടക്കുന്നു. അതായത് ഇപ്പോൾ പിതൃത്വം ഏറ്റെടുത്തിട്ട് കാര്യമില്ല, ചാവിള്ളയാവുന്നതാണ്. അവസാനം ഇത് ചത്തതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരും ഉണ്ടാവില്ല. ഇന്ന് മലയാള മനോരമയുടെ ഹെഡ്ലൈൻ നോക്കൂ. വിഴിഞ്ഞം പൂർണ്ണമാകുന്നത് 2028. പിന്നെ എന്ത് ഉദ്ഘാടനമാണ്? ഒരു സാധനം പൂർണ്ണമായി കഴിഞ്ഞല്ലേ ഉദ്ഘാടനം ചെയ്യുന്നത്? ഹെഡ്ലൈനാണ് മനോരമയുടെ. 2028 പൂർണ്ണമാകും. എന്നിട്ട് അതിൽ എഴുതിയിരിക്കുന്നു 2045 ആകേണ്ടിയിരുന്നത്. അദാനി ആയതുകൊണ്ട് അത് നേരത്തെ ആക്കി 2028 തീർത്ത് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ സാധനം ഉദ്ഘാടനം ചെയ്യുന്നവർ എന്ന് വെച്ചാൽ ഒരു വീട് വയ്ക്കുമ്പോൾ തറക്കല്ലിടുമ്പോൾ ഉദ്ഘാടനം, തറ കെട്ടി തീരുമ്പോൾ ഉദ്ഘാടനം, കട്ട്ള വയ്ക്കുമ്പോൾ ഉദ്ഘാടനം, അതിൽ വാതിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ഉദ്ഘാടനം, ജനലിന് വേറൊരു ഉദ്ഘാടനം, അടുക്കളയ്ക്ക് വേറൊരു ഉദ്ഘാടനം, പിന്നെ മൊത്തം തീർന്നു കഴിയുമ്പോൾ അടുത്ത ഉദ്ഘാടനം, പിന്നെ ഗേറ്റ് വയ്ക്കുമ്പോൾ അടുത്ത ഉദ്ഘാടനം. വാട്ട് എ നോൺസെൻസ്.